നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പോരും ഉറുകുന്നു. പദവി ലഭിച്ചില്ലെങ്കിൽ നിയമസഭയിൽ CPIM-നോട് സഹകരിക്കില്ലെന്നാണ് CPI നിലപാട്. പ്രതിപക്ഷം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാകില്ല. CPIM എടുക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കേണ്ടെന്നും CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട്. ഉപനേതാവ് പദവി ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ലെങ്കിലും ഇക്കാര്യം CPIM ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കാനാണ് CPIM ലക്ഷ്യമിടുന്നത്. ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ഘടകകക്ഷികൾ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം LDF-ൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണോ? കാണാം RDX റാവ്. വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു തീരുമാനത്തിലേക്കും പോകേണ്ടെന്നാണ് ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനം. പദവി കിട്ടിയില്ലെങ്കിൽ വിയോജിപ്പ് ശക്തമായി തന്നെ പ്രകടിപ്പിക്കണമെന്നാണ് പൊതുവിൽ ഉയർന്നുവന്ന അഭിപ്രായം. സഭയിൽ ഒരുമിച്ചിരിക്കാമെങ്കിലും CPIM എടുക്കുന്ന നിലപാടിനെ പിന്തുണയ്ക്കേണ്ടെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരുവെന്ന മുൻ നിലപാട് LDF കൺവീനറോട് CPI ആവർത്തിച്ചു. പ്രതിപക്ഷ ഉപനേതൃ പദവി വിട്ടുതരാനാകില്ലെന്ന് ഇന്നലത്തെ ചർച്ചയിലും CPIM ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രതിപക്ഷ ചീഫ് വിപ്പ് പോലുള്ള പദവികളാണ് CPIക്ക് മുന്നിൽ ഓഫർ നൽകിയിട്ടുള്ളത്. LDF യോഗം വിളിച്ചാലും ആവശ്യം ആവർത്തിക്കാനാണ് CPIയുടെ തീരുമാനം. മുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. പ്രധാനമായും CPIയെ ഉന്നം വെച്ചായിരുന്നു RJDയുടെ വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്ന് ഇപ്പോഴും CPI വിശ്വസിക്കുന്നുവെന്നും അടഞ്ഞ അധ്യായമെന്നാരും പറഞ്ഞിട്ടില്ലെന്നുമാണ് ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അധ്യായമാണെന്ന് പറയുന്നില്ല, യഥാർത്ഥത്തിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു അധ്യായം അടഞ്ഞതല്ല. ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ? പൂർണ്ണ വിശ്വാസമുണ്ട്. നിസാര പദവിക്ക് വേണ്ടി പ്രധാന പാർട്ടികൾ കലഹിക്കുന്നുവെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. CPI വിട്ടുവീഴ്ച ചെയ്ത ചരിത്രമില്ലെന്നും വർഗീസ് ജോർജിന്റെ പരിഹാസമുണ്ടായി. ഇത്ര നിസ്സാരമായൊരു പ്രശ്നത്തിന്റെ പേരിൽ ഈ രണ്ട് കക്ഷികൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. രണ്ടു കൂട്ടരും അതുകൊണ്ട് പരസ്പരം ആത്മപരിശോധന നടത്തി ഈ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം. സനീഷ്, ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു തർക്കം എന്നുള്ളതാണ് പൊതുവെ സാധാരണ ആളുകൾ കരുതുക. കാരണം ആകെ 10-35 പേരുണ്ട്. അതിൽ തന്നെ 8 CPIക്കാർ, ഒരു RJDക്കാരൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പോകുന്നത്. അവർക്കിടയിൽ ഇങ്ങനെ ഒരു തർക്കത്തിൻ്റെയോ ഇങ്ങനെ ഒരു മൂപ്പിളമ തർക്കത്തിൻ്റെയോ ഒരു ആവശ്യമുണ്ടോ? നിശ്ചയമായിട്ടും ഇല്ലല്ലോ, നമുക്കതറിയാം. അതായത് നേരത്തെ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, ഈ പദവി കിട്ടില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളെല്ലാം പറയുന്നത് CPIക്ക്. പക്ഷേ എന്നിട്ടും CPI വളരെ ഉറച്ച് നിലയിൽ വാദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം എങ്ങനെ ആലോചിച്ചാലും കൃത്യമായിട്ട് പിടികിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് CPI അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ ശക്തി പൊതുജനസമക്ഷത്തിൽ കാണിക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത് എന്നാണ്. അതായത് അവരിപ്പോൾ ഇന്നത്തെ വാർത്ത കണ്ടില്ലേ, അതായത് ഒരു ട്രെയിൻ അപ്പാടെ വാടകയ്ക്ക് എടുത്തിട്ട് അവർ സമരം ചെയ്യാൻ പോവുകയാണ് ഡൽഹിക്ക്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ട്രെയിൻ അപ്പാടെ വാടകയ്ക്ക് എടുത്തിട്ട് ഡൽഹിക്ക് പോകുന്നു. 9 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നാണ് പറയുന്നത്. റെയിൽവേക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് നമുക്കൊരു ദിവസം വാടക വേണമെന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്താൽ അധിക വരുമാനം ഉണ്ടാക്കാനായിട്ട് റെയിൽവേക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ CPM, കോൺഗ്രസ്, BJP ശക്തമായിട്ടുള്ള പാർട്ടികളുണ്ടല്ലോ, ലീഗ്, ഒരുപാട് സമരങ്ങൾ ദേശീയ തലത്തിൽ അവർ നടത്തിയിട്ടുണ്ട്. അവർക്ക് ആളുകളൊക്കെ പോയിട്ട്, പക്ഷേ ആരും ചെയ്തിട്ടില്ല. CPI പക്ഷേ പോവാണ്. CPI അങ്ങനെ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് സമരം നടത്തുക എന്നതിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയിൽ ആഘാതത്തിന് ശേഷം കടന്നു കഴിഞ്ഞു. CPMമാർക്ക് അമ്പരപ്പ് ഇങ്ങനെ മാറിയിട്ടില്ല. സ്തബ്ധത, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കിൽ ആ സ്തബ്ധത മാറിയിട്ടേ ഇല്ല. ഇവർ പല കാര്യങ്ങളിലും വിരുദ്ധാഭിപ്രായങ്ങൾ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം പറയുന്നു. പല വിഷയങ്ങളിലും VD സതീശൻ മുഖ്യമന്ത്രി അടിച്ചങ്ങ് കയറുന്നത് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആണെങ്കിലും അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും പറയുന്നതിനോട് മുഴുവൻ പേർക്കും യോജിപ്പില്ല എന്ന മറ്റുള്ള ആകെപ്പാടെ CPMനെ നമ്മൾ മുൻകാലത്ത് തോറ്റപ്പോഴും ജയിച്ചപ്പോഴും കാണാത്ത തരത്തിലുള്ളൊരു ഒരു ദുർബലാവസ്ഥ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് CPMകാർ തന്നെയും അങ്ങനെ അനുകൂലിക്കുന്നൊരു കാര്യം. പക്ഷേ CPI എന്താ ചെയ്യുന്നത്? അങ്ങനെയില്ല. ട്രെയിൻ പിടിച്ചിട്ടുള്ള ഒരു വിമാനം പിടിച്ചിട്ടാണെങ്കിലും പോയി സമരം ചെയ്തേക്കാം എന്നൊരു ഫീൽ ഉണ്ടാവുകയാണ്. വെറുതെ ഉണ്ടാവുകയാണ്. അവിടെയാണ് അവർ ഉറച്ചങ്ങ് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ഉപനേതൃ സ്ഥാനം വേണം എന്ന്. ഇത് കിട്ടിയാൽ
പക്ഷേ ഇത് അഥവാ കിട്ടിയെന്ന് വിചാരിക്കുക, ഈ 35 ആളുകൾക്കിടയിൽ 8 MLA-മാർ അവർക്കുണ്ട്. പക്ഷേ നിയമസഭയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നത് ഒരു മുറി കിട്ടും. അല്ല, അത് മാത്രമുള്ള ഒരു പദവി ഇവർക്ക് കിട്ടിയെന്ന് കരുതുക. എന്താ സ്ഥിതി? CPI അവരുടെ ശക്തി ഈ മുന്നണിക്കകത്ത് കാണിച്ചില്ലേ? ഞങ്ങളൊരു നിലപാടെടുത്തു, ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു, അവർക്ക് വഴങ്ങേണ്ടതായിട്ട് വന്നു, മുന്നണി ഞങ്ങൾക്ക് തന്നു എന്ന് ബിനോയ് വിശ്വത്തിന് വളരെ ഗംഭീരമായിട്ട് പറയാൻ പറ്റില്ലേ? ഇനി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, എന്താ അവർക്ക് നഷ്ടം? CPM-നെതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴേ എപ്പോഴും CPI കരുത് അല്ലേ? നമ്മൾ എത്ര കാലമായിട്ട് ഈ രാഷ്ട്രീയം കാണുന്നു. വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ എന്തായിരുന്നു അവരെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്ക്. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന കാലത്ത് അവരുടെ പാർട്ടി ഇങ്ങനെ തന്നെ രണ്ടാം പാർട്ടിയാണ്, രണ്ടാമത്തെ പാർട്ടിയാണ്. CPM ശക്തരായ പാർട്ടിയാണ്. പക്ഷേ ഈ CPM-നോട് പല വിഷയങ്ങളിലും മുണ്ട് മാടിക്കെട്ടി എന്നിട്ട് അങ്ങനെയാണല്ലോ വെളിയം ഭാർഗവൻ്റെ ചിത്രം നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ നിന്ന് തർക്കുത്തരം പറയുക. അതിപ്പോൾ വിജയ എന്ന് വിളിച്ച് പിണറായി വിജയനോടാണെങ്കിലും അതിനു മുമ്പ് VS അച്യുതാനന്ദനോടാണെങ്കിലും ഒക്കെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത വിധം ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് ശരിക്കും CPM-ൻ്റെ ഒന്നും സംഘടനാ ബലമില്ലാത്ത, CPM-ൻ്റെ അത്ര വോട്ടർമാരുടെ ഒന്നും ആനുകൂല്യമില്ലാത്ത, CPM-ൻ്റെ അത്ര വലിയ ശക്തിയില്ലാത്ത പാർട്ടിയായിട്ടുള്ള CPI പക്ഷേ അവരുടെ ശക്തിയും പ്രാധാന്യം തെളിയിക്കുന്ന എപ്പോഴും CPM-നോട് കൂടെ മുട്ടിയിട്ടാണ്. CPM-ൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ എന്ന് അതിനകത്ത് തന്നെ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടാണ് ഇവർ നിൽക്കാറല്ലേ? അങ്ങനെയല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലത്ത് പക്ഷേ അതങ്ങനെ അത്രക്കങ്ങോട്ട് പ്രകടമായില്ല. കാനം ഇരുന്നപ്പോഴാണെങ്കിലും ബിനോയ് വിശ്വം വന്നപ്പോഴാണെങ്കിലും അധികാരത്തിൽ വരുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ആ തർക്കങ്ങളെ പരസ്പരം സംസാരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് അവരുണ്ടാക്കിയിരുന്നത്. അതിൽ കോടിയേരി ബാലകൃഷ്ണനും കാനവും ഇരുന്ന സമയത്താണെങ്കിൽ അതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിണറായി വിജയൻ ശബ്ദം ഘടിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സമവായ സ്വരം കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. അതോട് ചേരുന്ന ആളായിരുന്നു കാനം രാജേന്ദ്രൻ. പിന്നീട് ബിനോയ് വിശ്വം വന്നപ്പോഴാണെങ്കിലും അക്കാര്യത്തിൽ വലിയ മുട്ടും മുടക്കമൊന്നും ഉണ്ടായില്ല. പലതരത്തിൽ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയപ്പോഴും ഈ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോഴും പ്രതിപക്ഷം തന്നെയും CPI പരിഹസിക്കുമ്പോഴും പക്ഷേ ഒരു അതിരിനപ്പുറത്തേക്ക് ബിനോയ് വിശ്വം പോകാനേ തയ്യാറായിട്ടില്ല. ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയി വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരല്പം ഈ പാർട്ടിയുടെ കാര്യം പോക്കാണല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എതിരാളികളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പല ആളുകളും പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നന്നായിട്ട് ശോഭിക്കുമോ എന്ന സംശയമുള്ള ആളുകളൊക്കെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും ഉണ്ടായിരുന്നു പറയാം. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത്. അദ്ദേഹം മികച്ച തോതിൽ ആ പാർട്ടിയെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നതല്ലേ? എന്ന് മാത്രമല്ല ഹർഷ, അതായത് ആ പാർട്ടിയുടെയും തന്നെ ചരിത്രത്തിൽ തന്നെയും ഏറ്റവും സുവർണ്ണ ശോഭയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന PM ശ്രീ വിഷയത്തിലെ അവരുടെ എതിർനിലപാട് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ളതായിട്ട് അവിടെ നിൽക്കുകയാണ്. അതായത് അവരാ എതിർനിലപാടെടുത്തു, കൺസിസ്റ്റൻ്റായിട്ട് നിന്നു, CPM-ന് അത് വഴങ്ങേണ്ടി വന്നു. CPM-ന് മീൻസ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ആ കാലത്തെ അവർക്ക് വഴങ്ങേണ്ടതായിട്ട് വന്നു. അവർ പിന്മാറി PMC-യിൽ ഒപ്പിട്ടത് മരവിപ്പിച്ചു. CPI-യുടെ വിജയമല്ലേ, വമ്പൻ വിജയം. എന്നിട്ട് പിന്നീട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇനിയിപ്പോൾ PMC-ക്കെതിരെ സമരം നടത്തുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പറ്റുന്ന ആൾക്കാർ ആരാണ്? CPI-ക്കാണ്. കാരണം അവർ അതും അന്നും എതിർത്തു, ഇന്നും എതിർത്തു. അന്ന് എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ഒന്ന് ഒപ്പിടാൻ വേണ്ടി പോവാണ് VD സതീശൻ. അന്ന് എതിർത്ത ലീഗ് ഇപ്പോൾ വന്നിട്ട് ഒപ്പിടാൻ പോവുകയാണ് അതേ ലീഗിൻ്റെ മന്ത്രി. അന്ന് കടലിൽ കൊണ്ടുപോയി എറിയെന്ന് പറയുന്ന ആൾ കടലേ കാണാതെ തിരിഞ്ഞു കിടക്കുകയാണ് KM ഷാജി. ആർക്കാണ് രാഷ്ട്രീയ ധാർമ്മികത ഉറച്ചു വയ്ക്കാൻ പറ്റുക? അത് CPI-ക്ക് മാത്രമാണ്. അപ്പോൾ CPI-യുടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് സംഘടനാ ശക്തിയേക്കാൾ ബലമുണ്ട് എന്ന അവരുടെ ബോധ്യമോ അവർ പലപ്പോഴായിട്ട് അവരുടെ ആടികൾക്ക് തെളിയിച്ചു കൊടുത്തതായുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഒരു തെളിവ് അവർക്ക് കിട്ടുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന പദവി കിട്ടിയാൽ ഗംഭീരം, വളരെ ഗംഭീരം. കാരണം അവർ ചോദിച്ചു വാങ്ങിച്ചു. അത് കിട്ടിയില്ലെങ്കിൽ CPM-നോട് ഉടക്കി നിൽക്കുന്ന ഒരു സംഘമാണ് ഈ CPI എന്ന ഒരു സംഗതി കൂടെ വരികയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ CPM-നോടും പിണറായി വിജയനോടും MV ഗോവിന്ദൻ മാസ്റ്ററോടും പൊതുവിൽ ആ പാർട്ടിയോടാകെ തന്നെയും ഒരു വിദ്വേഷം എന്നല്ല, ഒരു എതിർപ്പ് ഉണ്ട് എന്നതൊരു വസ്തുതയാണല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെളിഞ്ഞല്ലോ. അതായത് CPM-കാർക്ക് തന്നെയും ആ പാർട്ടിയുടെ നേതൃത്വത്തോടും മറ്റും എതിർപ്പുണ്ട് എന്നത് വോട്ടാൽ തന്നെയും രേഖപ്പെടുത്തപ്പെട്ടൊരു കാലമാണ് ഇത്. ആ എതിർപ്പ് മറികടന്നിട്ടില്ല എന്ന് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, സാമൂഹ്യ അന്തരീക്ഷത്തിൽ CPM-നെതിരായിട്ടുള്ള ഒരു എയർ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ എയറിൽ എടുക്കാവുന്ന നിലപാട് ഒരല്പം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതാണ് എന്ന് CPI-ക്ക് ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടുണ്ട്. മുൻഗാമികളായിട്ടുള്ള CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും CPM-നോട് ഇടഞ്ഞു നിൽക്കുന്ന നിലപാട് ഏറ്റവും ഫലപ്രദമായിട്ട് ഗുണപരമായിട്ട് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം ഇതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് G സുധാകരൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ CPM-നെതിരെ. എന്താണെന്ന് വെച്ചാൽ അത് നാട്ടുകാരെ രസിക്കും എന്ന് G സുധാകരൻ അറിയാം. ഇവിടെ TK ഗോവിന്ദനും
വി കുഞ്ഞികൃഷ്ണനൊക്കെ എടുത്ത നിലപാട് അങ്ങനെയാണല്ലോ. അപ്പോൾ CPM-നെതിരായിട്ട് ഒരു സ്റ്റാൻഡ് പിടിച്ചാൽ ആ അന്തരീക്ഷം മാറിയിട്ടില്ല. ആ അന്തരീക്ഷം മാറും. ഏത് ഈ സർക്കാർ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അന്തരീക്ഷം മാറുകയും CPM-ന് അനുകൂലമായിട്ട് ആളുകൾ പതുക്കെ വരികയും അവരുടെ സമരങ്ങൾ വരികയൊക്കെ ചെയ്ത് രാഷ്ട്രീയ അന്തരീക്ഷം മാറും. നമുക്കറിയാം, നമ്മളിത് മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ട ആളുകൾക്ക് ഒരു 10-40 കൊല്ലത്തിലേറെ രാഷ്ട്രീയം വീക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് മനസ്സിലാകാവുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ, പ്രവചിക്കാവുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ എയർ അതാണ്. ആ എയറിൽ CPI പതുക്കെ ഈ പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കുമ്പോൾ CPI-യുടെ പ്രാധാന്യം എങ്ങനെ ഒരേ മട്ടിൽ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യണം എന്നത് മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന ഒരു സ്റ്റാൻഡാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പിന്നിലൊരു രാഷ്ട്രീയ ആലോചനയും ചിന്തയും ഉണ്ട്. അല്ലാതെ ചുമ്മാ ഞങ്ങൾക്ക് ഈ പദവി വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് CPM എന്തായാലും ഇതിന് വഴങ്ങാനൊന്നും പോകുന്നില്ല. പക്ഷേ CPI-ക്ക് CPM-നോട് ഉടക്കുന്നു ഈ വിഷയത്തിൽ എന്നതിൻ്റെ ഡിവിഡൻഡ് ജനങ്ങളുടെ സ്നേഹമായിട്ട് കിട്ടും. PMC-യിൽ ഓൾറെഡി തന്നെ അവരുടെ കയ്യിലുള്ള രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ള ആ കരുത്ത് ഈ സംഭവത്തോട് കൂടിയിട്ട് CPM-നെ എതിർത്തുകൊണ്ടാണെങ്കിലും കിട്ടും. CPM-കാർക്ക് പല്ല് കടിച്ചുകൊണ്ട് ഇവർ വോട്ടും ഇല്ല, പിന്നെ പണിയെടുക്കാൻ ആളുമില്ല എന്ന് അവരൊക്കെ പണ്ട് വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷേ ഇതാ ഇവർ കണ്ടോ വലിയ ധാർമ്മിക കളി കളിക്കുകയാണ് ഇങ്ങനെ പ്രതിപക്ഷത്തിൽ നിന്ന്. പല്ലും കടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സനീഷ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM ഇങ്ങനെ ഈ ആകെ സ്തബ്ധരായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? നേതൃത്വത്തിനെതിരെ താഴെത്തട്ടിൽ നിന്ന് വളരെ രൂക്ഷമായ പതിവില്ലാത്ത വണ്ണമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിന്മേൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വീഴ്ചകളിൽ തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവർ. അതിലേക്കൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെ CPIക്ക് ഉള്ളിലും ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നതാണ്. ബിനോയ് വിശ്വത്തിനെതിരെ തന്നെ ആരോപണം ഉയർന്നതാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള ആരോപണം ഉയർന്നതാണ്. അങ്ങനെ ഈ വെട്ടിനിരത്തൽ ആരോപണങ്ങൾ സമാന്തരമായി ഉയർന്നതാണ്. ഈ ചർച്ചകളെല്ലാം ഒറ്റയടിക്ക് ഡിഫ്യൂസ് ചെയ്യാൻ CPIക്കുള്ളിലെ ഏറ്റവും മികച്ച മാർഗം എന്നത് CPM-നെതിരെ പറയുക എന്നുള്ളത് തന്നെയാണ്. അത് ബിനോയ് വിശ്വം നന്നായി തിരിച്ചറിഞ്ഞു. അത് ബിനോയ് വിശ്വത്തിന് അറിയാം. അദ്ദേഹം വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും ഒക്കെ ചരിത്രവും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് എടുത്തു വച്ച ഒരു ആ ചർച്ചയെ അവിടെ അവസാനിപ്പിക്കാൻ തക്കവണ്ണം എടുത്തു വച്ച ഒരു ആയുധമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഇതെല്ലാം നമ്മളുടെ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സാധനം എടുത്തു വെച്ചു. എല്ലാ കാലത്തും ഇപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും ഈ അണികൾ തമ്മിൽ മാനസികമായി വളരെ അകലെയാണ് CPM-ൻ്റെയും CPI-യുടെയും. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിലാകെ വലത് കമ്മ്യൂണിസ്റ്റുകളെന്ന് കേൾക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ CPI-ക്കാരായിരിക്കും. അത് വിളിക്കുന്നത് ആരാണ്? CPM-കാരാണ്. അതായത് പണ്ട് കോൺഗ്രസിനൊപ്പം സഹകരിച്ചതിൻ്റെ കാരണം പറഞ്ഞിട്ടാണല്ലോ ഈ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള പ്രയോഗം നിലനിൽക്കുന്നത്. അപ്പോൾ വലതാ കൊടിതാഴെ അതെ. അപ്പോൾ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള ആ വിളിയിൽ ആ ഒരു പ്രതിഷേധവും പകയും ഉള്ളിട്ടുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായ കാലത്ത് നമ്മൾ പലരെയും അങ്ങനെ പരസ്യ പ്രതികരണത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ. ഇവർക്ക് വലിയ മുതിർന്ന പഴയ CPI-യുടെ നേതാക്കളുടെ മക്കളും ഇപ്പോഴും CPI അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ ആരോടാണ് പോരടിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP-യോടോ കോൺഗ്രസിനോടോ ഒന്നുമല്ല, CPM-നോടാണ്. പിണറായി വിജയൻ ഏറ്റവും വലിയ വിമർശകർ CPI-ക്കാരാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരടിച്ച് പോകുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു സമവായത്തിൻ്റെ സ്വഭാവത്തിലാണ് നേരത്തെ ഇന്ത്യൻ രവീന്ദ്രനായാലും അതിനുശേഷം ബിനോയ് വിശ്വമായാലും പോയത് എന്നുള്ളതൊരു വാസ്തവമാണ്. ആ പ്രതിഷേധങ്ങളെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ എന്താണ് അവിടെ നിയമസഭയ്ക്കകത്തൊരു മുറി കിട്ടും എന്നുള്ളതിനപ്പുറത്ത് ഒരവകാശവുമില്ല പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന സ്ഥാനത്തിന്. അങ്ങനെ അതായത് അതൊരു ഭരണഘടനാപരമായ പദവിയൊന്നുമല്ല. ഈ ചീഫ് വിപ്പ് ആക്കാം എന്ന് ഉള്ള വാഗ്ദാനം ഇപ്പോൾ CPM കൊടുക്കുന്നുണ്ട്. അത്ര ചീഫ് വിപ്പ് ആക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എല്ലാ പാർട്ടികൾക്കും വിപ്പുമാരുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാലാകാലങ്ങളിൽ ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംവിധാനമായിട്ടാണ് സത്യത്തിൽ ചീഫ് വിപ്പ് എന്നുള്ള പദവി തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചീഫ് വിപ്പ് എന്നുള്ളൊരു പദവി കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ കാരണം ബിനോയ് വിശ്വത്തെ കൊണ്ട് ഇങ്ങനെ ഈ ആവശ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാരണം CPIക്ക് ഉള്ളിൽ ഉയർന്ന ചർച്ചകളെ ഒറ്റയടിക്ക് ഡിഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. രണ്ടാമത്തെ കാര്യം, CPM-നുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ CPI ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. കാരണം ഒരു സൂചന CPM-നുള്ളിൽ നിന്ന് CPIക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് വിലയിരുത്താം. കാരണം പ്രതിപക്ഷ ഉപനേതാവ് ഇപ്പം നിയമസഭയിലെ സീറ്റിൻ്റെ പൊസിഷൻ നോക്കിക്കോളൂ.
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുന്നു, രണ്ടാമത്തെ സീറ്റിലായി KN ബാലഗോപാൽ ഇരിക്കുന്നു, മൂന്നാമത്തെ സീറ്റിലായി K രാജൻ ഇരിക്കുന്നു. ഇങ്ങനെയാണല്ലോ അവിടെ ആളുകൾ ഇരിക്കുന്നത്. ഇത് കോടിയേരി നേരത്തെ പ്രതിപക്ഷ ഉപനേതാവായി ഇങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് അവിടെ. അതിന് എന്താ വെച്ചാൽ ഇടതു മുന്നണിക്കുള്ളിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. UDF-ൻ്റെ സമയത്ത് മുനീറും കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയ്ക്ക് അവിടെ ഇരുന്നിട്ടുണ്ട്. ആ രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇടതു മുന്നണിയിൽ ഇങ്ങനെ ഒരു പതിവില്ല. ഇടതു മുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന മട്ടിൽ ആ ഒരു പൊസിഷൻ എടുക്കുന്നത് എപ്പോഴും CPM-നുള്ളിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ സ്വാഭാവികതയോടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. CPM അവരുടെ ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കുന്നു. KN ബാലഗോപാൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയും മുതിർന്ന നേതാവ് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെ ആയിട്ടുള്ള KN ബാലഗോപാൽ തൊട്ടടുത്ത് അടുത്ത പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നു. അവർക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തർക്കം അവിടെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇടതുമുന്നണിക്ക് അത് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇത്തവണ പൊസിഷൻ ചെയ്യേണ്ടതില്ല എന്ന് CPIM-നുള്ളിൽ ആരെങ്കിലും ആലോചിക്കുന്നില്ല എന്ന് പറയാൻ തൽക്കാലം എനിക്കിപ്പോൾ കഴിയുന്നില്ല. കാരണം ആ ഒരു സൂചന ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കാം CPIക്ക്. കാരണം CPIക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാൽ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനമാണ്. കാരണം ഒരു പദവിയുമില്ല. ഈ ഇന്ത്യയിലെങ്ങും വേറെ പ്രത്യേകിച്ച് ഒരു പദവിയും ഇല്ലാതിരിക്കുമ്പോൾ ശരിയെന്ന ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമെങ്കിൽ ഉപനേതാവ് സ്ഥാനം എന്നുള്ളത് അവകാശപ്പെടാം. മാത്രമല്ല ധാർമ്മികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്നു ഈ പാർട്ടി എന്നുള്ള പ്രതീതിയുണ്ട്. പിന്നെ K രാജൻ അസാമാന്യമായി നിയമസഭയിൽ പെർഫോം ചെയ്യുന്ന ആളുമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവരുമെന്നാണ്, അങ്ങനെ വന്ന് കിട്ടിയാൽ കൊണ്ടുവരുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. സരീഷേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതു മുന്നണിയിൽ തർക്കം തുടരുന്നത് ഒരു നല്ല സന്ദേശമല്ല ഇടത് മുന്നണി പ്രവർത്തകർക്ക് നൽകുന്നത്. വിഴിഞ്ഞം PM ശ്രീ അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ CPIക്കും CPIM-നും രണ്ടഭിപ്രായമാണെന്നും CPI വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനം മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്നും എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്കെന്ന രീതി മാറിയേ തീരൂ എന്നുമാണ് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നത്. മുന്നണിക്കകത്ത് സംസാരിച്ച് തീർക്കേണ്ട വിഷയം പുറത്ത് സംസാരിച്ച് വിവാദമാക്കാനാണ് CPI ശ്രമിക്കുന്നതെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലം മുതൽ പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനത്തിന് CPIM തന്നെയാണ് എന്നും ആ സ്ഥാനം CPIM തന്നെയാണ് എല്ലായ്പ്പോഴും ലഭിക്കാറുള്ളത് എന്നും CPM നേതാക്കൾ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ഈ തർക്കം പൊതുജനങ്ങൾ തള്ളുമോ കൊള്ളുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആകെയുള്ള 35 സീറ്റാണ് ഇടതുമുന്നണിക്ക്. ആ ഇടതുമുന്നണിക്ക് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം അനാവശ്യമാണ് എന്ന് കരുതുന്നവരാണ് ആ മുന്നണിയുടെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും.